നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ഏരിയയിൽ വൻ തീപിടുത്തം. 500ഓളം ഇരുചക്രവാഹനങ്ങൾ കത്തിനശിച്ചു. ആളപായമില്ല. ഒഴിവായത് വൻ ദുരന്തം. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കും. സംഭവസ്ഥലം DGP റവാഡ ചന്ദ്രശേഖർ സന്ദർശിച്ചു. തീപിടുത്തമുണ്ടായ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സന്ദർശിച്ചു. സംഭവത്തിൽ സംയുക്ത അന്വേഷണം നടത്തിയാൽ മാത്രമേ യഥാർത്ഥ കാരണം അറിയുകയുള്ളൂവെന്ന് MV ഗോവിന്ദൻ. കല്ലൂർ ഭരതയിൽ കാട്ടുപന്നികൾ വ്യാപകമായി വാഴകൃഷി നശിപ്പിച്ചു. പന്നിശല്യം രൂക്ഷമായതോടെ കൃഷി ഉപേക്ഷിക്കേണ്ട സ്ഥിതിയാണെന്ന് കർഷകർ. പരിയാരം പീലാമുഴിയിൽ കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കളത്തിൽ വർഗീസ് പാട്ടത്തിനെടുത്ത കൃഷിയിടത്തിലാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. സ്കൂട്ടറിന് പുറകിൽ കാറിടിച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രന് പരിക്കേറ്റു. രവീന്ദ്രനെ കുറുക്കഞ്ചേരി എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചികിത്സയിൽ കഴിയുന്ന രവീന്ദ്രനെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ എന്നിവർ സന്ദർശിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ CBI അന്വേഷണത്തിന് വിജിലൻസിന്റെ ശുപാർശ അടങ്ങിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. പുനർജനി പദ്ധതിയുടെ പേരിൽ വിദേശത്തു നിന്നും ഫണ്ട് പിരിച്ചതിലെ ക്രമക്കേട് CBI അന്വേഷിക്കണമെന്നാണ് വിജിലൻസിന്റെ ശുപാർശ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെട്ട പുനർജനി കേസിൽ നിലപാടെടുക്കേണ്ടത് സർക്കാരാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. എല്ലാ കേസിലും CBI ആണ് അന്തിമമെന്ന നിലപാട് തങ്ങൾക്കില്ലെന്നും MV ഗോവിന്ദൻ. വാരാണസിയുടെ പശ്ചാത്തലത്തിൽ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന 12 ഫോട്ടോഗ്രാഫർമാർ പകർത്തിയ ചിത്രങ്ങളുടെ പ്രദർശനം ചുങ്കാൽ ഫോട്ടോ മ്യൂസ് ആർട്ട് ഗ്യാലറിയിൽ തുടങ്ങി. പ്രദർശനം പ്രസിദ്ധ ഡോക്യുമെന്ററി ഫോട്ടോഗ്രാഫർ KR സുനിൽ ഉദ്ഘാടനം ചെയ്തു. പ്രദർശനം 31-ന് സമാപിക്കും. കൊടുങ്ങല്ലൂർ നാരായണമംഗലത്ത് നിർമ്മിച്ച ജലധാര കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയവരുടെ സംഘടനയായ കേരള അവാർഡി ടീച്ചേഴ്സ് ഫെഡറേഷന്റെ രൂപീകരണ യോഗം തൃശൂരിൽ നടന്നു. പ്രധാന അധ്യാപിക ജാൻസി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. SFI മറ്റത്തൂർ ലോക്കൽ സമ്മേളനം നാടിപ്പാറയിൽ നടന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് PA അശ്വിൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ കടശപുരം മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീ പാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവത്തിന് തുടക്കമായി. ക്ഷേത്രം തന്ത്രി അഴകത്ത് മനയ്ക്കൽ ത്രിവിക്രമൻ നമ്പൂതിരി നട തുറന്നു. കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിലെ അവ്യക്തതകൾ നീക്കാൻ സർക്കാർ നടപടിയെടുക്കണമെന്ന് ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. നഗരസഭ വൈസ് ചെയർമാൻ KK ജ്യോതിരാജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥികളെ മത്സരിച്ച് വിജയിച്ച ജനപ്രതിനിധികൾക്ക് AIYF ജില്ലാ കമ്മിറ്റി സ്വീകരണവും ആദരവും നൽകി. CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. പൊങ്ങണങ്കാട് മലപ്പുറത്ത് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദേശവിളക്ക് ആഘോഷിച്ചു. മച്ചാട് തങ്കരാജ് ദേശവിളക്കിന് നേതൃത്വം നൽകി. കൊമ്പൻ വടകുറുമ്പക്കാവ് ദുർഗാദാസൻ തിടമ്പേറ്റി. തിരുവല്ലോമല മല്ലിച്ചിറ ഫാമിലി അസോസിയേഷന്റെ വാർഷിക പൊതുയോഗവും കമ്മിറ്റി തെരഞ്ഞെടുപ്പും നടന്നു. M. വേണുവിനെ പ്രസിഡന്റായും റോഷൻലാൽ രാജനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. ദേശീയപാത വാണിയമ്പാറയിൽ കാർ ഡിവൈഡറിലിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. കാർ ഡ്രൈവർ സുഭാഷ്, തേങ്കുറിശി സ്വദേശികളായ സ്വപ്ന, റോമ, ആദ്യ എന്നിവർക്കാണ് പരിക്കേറ്റത്. ചിറ്റണ്ട പൂങ്ങോട് മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. നെൽകർഷകർ ദുരിതത്തിൽ. പൂങ്ങോട്, നിലപ്പന, പാറക്വാരിക്ക് സമീപത്തെ പാടശേഖരത്തിലെ 1.5 ഏക്കർ വരുന്ന കൃഷിയാണ് മയിൽ, കാട്ടുപന്നി എന്നിവയുടെ ശല്യം മൂലം നശിച്ചത്. കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭയുടെ ജില്ലാ കൌൺസിൽ സമ്മേളനം റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പടിഞ്ഞാറച്ചിറ NSS ഹാളിൽ നടന്ന ചടങ്ങിൽ സംഘടനാ ജില്ലാ പ്രസിഡന്റ് CS പ്രേമൻ അധ്യക്ഷത വഹിച്ചു. തപാൽ RMS ജീവനക്കാരുടെ സംയുക്ത സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി തൃശൂർ റീജിയണൽ തിയേറ്ററിൽ മഹിളാ സമ്മേളനം നടന്നു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് PK സൈനബ ഉദ്ഘാടനം ചെയ്തു. വിമാനങ്ങളിൽ പവർ ബാങ്ക് ഉപയോഗം നിരോധിച്ച് DGCA. പവർ ബാങ്കിൽ നിന്ന് തീ പടർന്നുള്ള അപകടങ്ങളെ തുടർന്നാണ് നിർണായക ഉത്തരവ് DGCA പുറത്തിറക്കിയത്. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ UDF SDPI കൂട്ടുകെട്ടിനെതിരെ CPM സംഘടിപ്പിക്കുന്ന രാഷ്ട്രീയ വിശദീകരണ കാൽനട ജാഥയ്ക്ക് തുടക്കമായി. കല്ലഴിക്കുന്ന് സെന്ററിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. ബാലാജി ജാഥ ഉദ്ഘാടനം ചെയ്തു.
72ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ തലപ്പള്ളി കുന്നംകുളം താലൂക്ക് തല ഉദ്ഘാടനം ചൊവ്വന്നൂരിൽ നടന്നു. AC മൊയ്തീൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പെരിഞ്ഞനം 2ാം വാർഡിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഒരുമ റോഡ് തുറന്നുകൊടുത്തു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേഷ് ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ആരോഗ്യ സർവകലാശാലയിൽ നിന്ന് ഗൈനക്കോളജി വിഭാഗത്തിൽ 1ാം റാങ്കോടെ MS ബിരുദം നേടിയ ഡോക്ടർ നടാഷ ഷാജിക്ക് ഗുരുവായൂർ നഗരസഭയുടെ ആദരം. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, വാർഡ് കൗൺസിലർ K മഹേഷ് എന്നിവർ വീട്ടിലെത്തി നഗരസഭയുടെ ഉപഹാരം കൈമാറി. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ 12008 നാളികേരമെറിഞ്ഞുള്ള വേട്ടേക്കരൻ പാട്ട് ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്നു. കക്കാട് രാജപ്പൻ മാരാരുടെ പ്രമാണത്തിൽ തായമ്പക, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവയും അരങ്ങേറി. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ കാവ്യപുസ്തകമല്ലോ ജീവിതം സംഭാഷണ സംവാദ പരിപാടി സംഘടിപ്പിച്ചു. ഫോറം പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ മോഡറേറ്ററായിരുന്നു. കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെ പെരുന്നാൾ ആഘോഷങ്ങൾ സമാപിച്ചു. വികാരി ഫാദർ K ജോസഫ് ജോസ്, കൈക്കാരൻ TM വർഗീസ്, സെക്രട്ടറി P സിൻജു സജിൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. എടമുട്ടം ക്രിസ്തുരാജ ദേവാലയത്തിൽ തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ സെൻജോ മാളിയേക്കൽ കൂനൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിച്ചു. നമസ്കാരം.